ഹലോ ഗൈസ്, അനിമെൻ്റർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വാഗബോണ്ടിൻ്റെ ചാപ്റ്റേഴ്സ് 32 മുതൽ 34 വരെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഗൈസ്, നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് സപ്പോർട്ട് ഒരു പൊടിക്ക് കുറവായിരുന്നു. നിങ്ങൾ ഈ വീഡിയോയിൽ അത് റെഡിയാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക്, കമൻറ്റ്, ഹൈപ്പ് ഒക്കെ ചെയ്യുക. അതേപോലെ തന്നെ അനിമെ, മാങ്ക കണ്ടൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇനി ഒട്ടും തന്നെ സമയം കളയാതെ നേരെ നമുക്ക് നമ്മുടെ ചാപ്റ്റേഴ്സിലേക്ക് കടക്കാം. ഇപ്പോൾ ഈ പരിക്കേറ്റിട്ട് ഇങ്ങനെ നടക്കുന്ന മുസാഷി ഒഡ്സുവിനെ സ്വപ്നം കാണുന്നുണ്ട്. അവളിങ്ങനെ ടക്കേസോ എന്ന് വന്ന് അവനെ വിളിക്കുന്നു. അവനാണെങ്കിലും ഇപ്പോൾ ഒഡ്സു എന്ന് വിളിച്ചുകൊണ്ട് ചെന്ന് അവളുടെ ദേഹത്തേക്ക് വീഴുകയാണ്. പെട്ടെന്ന് അവനിപ്പോൾ ബോധം വരുന്നു. അവൻ കണ്ണു തുറക്കുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ താടിയും മുടിയും വളർത്തിയ ഒരാളും ഒരു കൊച്ചു പയ്യനും ഒക്കെ മുസാഷിയുടെ ചുറ്റും നിൽക്കുന്നു. മുസാഷി ഇപ്പോൾ ചാടി എഴുന്നേക്കുന്നുണ്ട്. ആ പയ്യനിപ്പോൾ പറയുന്നുണ്ട്, പതുക്കെ, നിങ്ങളുടെ മുറിവുകൾ ഇതുവരെ ഉണങ്ങിയിട്ടില്ല. ഇപ്പോൾ ആ താടിയും മുടിയും വളർത്തി അവിടെ ഇരിക്കുന്നത് നമ്മുടെ ടക്വാനാണ്, ആ ഷിപ്പോജി ടെമ്പിളിലെ സന്യാസി. അയാളിപ്പോൾ പറയുന്നുണ്ട്, 3 ദിവസമായിട്ട് നീ അബോധാവസ്ഥയിലായിരുന്നു. നെറ്റിയിലും നെഞ്ചിലും ഉള്ള ആ മുറിവിൽ നിന്ന് കുറേ രക്തം വാർന്നു പോയിട്ടുണ്ട്. ഈ പയ്യനാണ് ഇത്രയും ദിവസം നിന്നെ പരിചരിച്ചത്. നീ ഇവനോട് നന്ദി പറയണം എന്നൊക്കെ. ഇപ്പോൾ ഈ ടക്വാന് താടിയും മുടിയൊക്കെ വന്നതുകൊണ്ട് തന്നെ പുള്ളിയെ മുസാഷിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ടക്വാൻ ഇപ്പോൾ ആ തലയിലെ മുടിയൊക്കെ ഇങ്ങനെ ഒന്ന് പൊക്കി വെച്ചിട്ട് പറയുന്നുണ്ട്, നീ എപ്പോഴത്തെയും പോലെ ഒരു ശ്രദ്ധയില്ലാത്തവനാണല്ലോ ടക്കേസോ. നോക്ക്, എന്നെ മനസ്സിലായില്ലേ നിനക്ക്? എടോ സന്യാസി, നിങ്ങളായിരുന്നോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് സമയങ്ങൾക്ക് ശേഷം മുസാഷി പുറത്തിരുന്നിട്ട് ടക്വാന്റെ ആ തലമുടി ഇങ്ങനെ വെട്ടിക്കൊടുക്കുകയാണ്. നീ ക്യോട്ടോയിലേക്ക് വന്നത് നിന്റെ സ്പോർട്സ്മാൻഷിപ്പ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന് ടക്വാൻ ചോദിക്കുന്നു. ഇവിടെ കുറെ സ്ട്രോങ് ആയിട്ടുള്ള സാമുറായിസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി, അതാ വന്നതെന്ന് മുസാഷി ഇപ്പോൾ പറയുന്നു. ടക്വാൻ ഇപ്പോൾ പറയുന്നുണ്ട്, എന്നാലും നീ നേരെ പോയി യോഷിയോക്ക സ്കൂളിനെ തന്നെ വെല്ലുവിളിച്ച് കളഞ്ഞല്ലോടാ. വല്ലാത്തൊരെടുത്തിയാട്ടമായി പോയി. നിനക്ക് കുറച്ച് മെച്യൂരിറ്റി വന്നിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്. ജീവിതം എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് ഇനിയും നീ മനസ്സിലാക്കിയിട്ടില്ലേ മുസാഷി? ഇപ്പോൾ മുസാഷി ഇങ്ങനെ തലകുനിച്ച് നിൽക്കുമ്പോൾ ആ കൊച്ചു പയ്യൻ ഇടയിൽ കയറി പറയുന്നുണ്ട്, എൻ്റെ മാസ്റ്റർ അങ്ങനെ എടുത്തുചാട്ടക്കാരനൊന്നും അല്ല എന്ന്. ഇദ്ദേഹം യോഷിയോക്ക ഡെൻഷിച്ചിറോയോടാണ് മല്ലിട്ട് നിന്നത്. അതുമാത്രമല്ല, അവിടുത്തെ 5 ശിഷ്യന്മാരെ ഇദ്ദേഹം തോപ്പിച്ചു. സോ നിങ്ങൾ ആള് കിടിലമാണ് മാസ്റ്റർ എന്നൊക്കെ ഇവൻ പറയുന്നു. നിന്റെ പേരെന്താടാ ചെറുക്ക എന്ന് മുസാഷി ചോദിക്കുന്നു. എൻ്റെ പേര് ജോട്ടാരോ എന്നാ. പിന്നെ എനിക്ക് നിങ്ങളെപ്പോലെ ഒരു സാമുറായി ആവണം. ഞാൻ ഡെൻഷിച്ചിറോയോട് മല്ലിട്ട് നിന്നെന്ന് നിന്നോടാരാ പറഞ്ഞതെന്ന് മുസാഷി ഇപ്പോൾ ഈ ചെറുക്കനോട് ചോദിക്കുന്നു. ഇപ്പോൾ ആകെ അടികൊണ്ട് അവശനായ ഒരു കുടിയനാണ് എന്നോട് ഇതെല്ലാം പറഞ്ഞതെന്ന് ജോട്ടാരോ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അയാളായിരിക്കണം യോഷിയോക്ക സ്കൂൾ കത്തിച്ചത് എന്നും ഇവൻ പറയുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മത്തഹാച്ചിയാണ് ഈ പരിക്കേറ്റ് വീണ മുസാഷിയെ തോളിലെടുത്ത് ഇവിടെ കൊണ്ട് എത്തിച്ചിട്ട് പോയത്. മുസാഷി ഇപ്പോൾ തന്നെ ഇത്രയും ദിവസം പരിചരിച്ചതിന് ജോട്ടാരോയോട് നന്ദി പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്നെ മാസ്റ്റർ എന്നൊന്നും വിളിക്കണ്ട, എനിക്ക് ശിഷ്യന്മാരെ ആവശ്യമില്ല, ഞാൻ ഇന്ന് ക്യോട്ടോ വിടാൻ പോവാണ് എന്നൊക്കെ മുസാഷി പറയുന്നു. ഇനി 1 വർഷത്തേക്ക് ഈ രാജ്യം ചുറ്റി ഒരു യാത്ര നടത്തണം, എനിക്ക് എൻ്റെ സ്പോർട്സ്മാൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യണം എന്നൊക്കെ മുസാഷി പറയുന്നു. നീ സ്ട്രോങ് ആയിട്ട് വന്നിട്ട് നമുക്കൊന്നുകൂടി മുട്ടണമെന്നൊക്കെ ഡെൻഷിച്ചിറോ പറഞ്ഞത് മുസാഷി ഇങ്ങനെ ഓർക്കുന്നു. മുസാഷി ഇപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് കരുത്തനാകണം. ടക്വാൻ, നിങ്ങൾക്കറിയോ, ഈ ലോകത്ത് കരുത്തരായ ഒരുപാട് ആൾക്കാരുണ്ട്. ആ വസ്തുത നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടോ? ഇപ്പോൾ ഇങ്ങനെ നേരെ നിന്നിട്ട് മുസാഷി പറയുന്നുണ്ട്, ഇല്ല, അതെന്നെ കൂടുതൽ ആവേശത്തിലാക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇത് കേട്ടിട്ട് ടക്വാൻ ഇങ്ങനെ ചിരിക്കുന്നു. ഇപ്പോൾ മുസാഷി പറയുന്നുണ്ട്, ഞാൻ ഇനിയും പോകാൻ പോകുന്നത് നരയിലേക്കാണ്. ഇപ്പോൾ മുസാഷിയുടെ ആ തുണിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ജോട്ടാരോ പറയുന്നുണ്ട്, എന്നാൽ ഞാനും അങ്ങോട്ട് നിങ്ങളുടെ കൂടെ വരുന്നു. മുസാഷി ഇപ്പോൾ പറയുന്നു, എടാ, എൻ്റെ കൂടെ ശിഷ്യന്മാരെ കൂട്ടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ. ജോട്ടാരോ ഇപ്പോൾ പറയുന്നുണ്ട്, പക്ഷേ അവിടെ സ്ട്രോങ് ആയിട്ടുള്ള കുറേ സാമുറായിസ് ഉണ്ട്. യാഗ്യു, സെക്കിഷുസായി, ഹൊസോയ്, നിനൈ, ഇങ്ങനെ കുറേ പേരുണ്ട്. മുസാഷി ഇപ്പോൾ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാടാ ഞാൻ അങ്ങോട്ട് പോകുന്നത്. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നിന്നെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകത്തേ ഉള്ളൂ. മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞ് അവനെ ഇപ്പോൾ പൂച്ചക്കുഞ്ഞിനെ തൂക്കി പിടിച്ചേക്കുന്ന പോലെ തൂക്കി പിടിച്ചിട്ടുണ്ട് മുസാഷി. അവനിപ്പോൾ വിളിച്ചു പറയുന്നുണ്ട്, എന്നെ വിട് മാസ്റ്റർ, ഞാനും നിങ്ങളുടെ കൂടെ വരുന്നു, എന്നെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകും. മുസാഷി ഇപ്പോൾ പറയുന്നുണ്ട്, എടാ, നിന്നെ കൂടെ കൊണ്ടുപോകാൻ ഞാൻ അങ്ങോട്ട് ടൂർ പോവല്ല. അവനിപ്പോൾ പറയുന്നുണ്ട്, എനിക്കത് അറിയാം, എനിക്ക് ഒരു സാമുറായി ആവണമെന്ന് തന്നെ ആഗ്രഹം, പിന്നെന്താ, എന്നാൽ നീ അതിന് വേറെ മാസ്റ്ററെ പോയി നോക്കുമെന്ന് മുസാഷി പറയുന്നു. ജോട്ടാരോ ഇപ്പോൾ പറയുന്നുണ്ട്, ഈ ക്യോട്ടോയിലുള്ള സാമുറായിസ് എല്ലാം ഭയങ്കര സീരിയസ് ആണ്, എനിക്ക് നിങ്ങളുടെ കീഴിൽ നിന്ന് പഠിച്ചാൽ മതി മാസ്റ്റർ മിയാമോട്ടോ. നിങ്ങൾ നല്ല കരുത്തനാണ്, അതേപോലെ തന്നെ നിങ്ങളുടേത് ഒരുമാതിരി റോയ ആയിട്ടുള്ള സ്റ്റൈലാണ്. റോയ ആയിട്ടുള്ളതോ എന്ന് ചോദിച്ചിട്ട് മുസാഷി ഇപ്പോൾ അവനെ താഴേക്ക് ഇടുന്നുണ്ട്. ഇപ്പോൾ അവനവിടെ താഴെ കിടന്ന് കരയുകയാണ്. എടാ ചെറുക്കാ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് മുസാഷി ചോദിക്കുന്നു. ഇപ്പോൾ അവനവിടെ കിടന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എനിക്കൊരു സാമുറായി ആയേ പറ്റൂ. സാമുറായികൾ ഇങ്ങനെ കരയാറില്ല എന്ന് മുസാഷി അവനോട് ഇപ്പോൾ പറയുന്നുണ്ട്. ടക്വാൻ ഇപ്പോൾ മുസാഷിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എൻ്റെ അടുത്ത് ഒറ്റ്സുവിനെ പറ്റി ഒന്നും ചോദിക്കാനില്ലേ, അവളെ പറ്റി ഒന്നും നിനക്ക് അറിയണമെന്നില്ലേ എന്ന്. ഇപ്പോൾ മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ മുസാഷി പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയണ്ട.
ചുമ്മാ തിരിയടാ. ഒത്സു 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 എന്നും പറഞ്ഞ് ഉറക്കത്തിൽ നീ കിടന്ന് കാറുകയായിരുന്നല്ലോ. അല്ലേടാ ജോറ്റാരോ, ഇവൻ കിടന്ന് ഭയങ്കര നിലവിളിയായിരുന്നില്ലേ? അതെ. ഇപ്പോൾ മുസാഷിക്ക് ആകെ കലിപ്പായിട്ടുണ്ട്. അവനിപ്പോൾ ടക്വാനോട് പറയുന്നുണ്ട് മുടി വെട്ടി കഴിഞ്ഞു എന്ന്. ഇപ്പോൾ ടക്വാന്റെ തലയുടെ പുറകില് മുസാഷി കുറച്ച് ചിത്രപ്പണിയൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ടക്വാനിപ്പോൾ പറയുന്നുണ്ട് ഒത്സുവിനെ പറ്റി ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ടാടാ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഈ സമൂഹത്തിൽ അത്യാവശ്യം നല്ല ഉയർന്ന രീതിക്ക് ജീവിക്കുന്ന ഒരാൾക്ക് അവളെ നന്നേ ബോധിച്ചു. ഇപ്പോൾ അയാളുടെ കൂടെ ഒരു സെർവൻ്റായിട്ട് നിൽക്കുന്നുണ്ട് അവള്. സുഖമായിട്ട് തന്നെ അവൾ ജീവിക്കുന്നത്. ഇപ്പോൾ ടക്വാൻ ഇങ്ങനെ സീരിയസ് ആയിട്ട് നിന്ന് സംസാരിക്കുമ്പോൾ പുള്ളിയുടെ തലയുടെ പുറകിലെ ആ ചിത്രപ്പണി ഒപ്പിച്ചു വെച്ച മുസാഷിയും അത് കണ്ടിട്ട് ജോറ്റാരോയും അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. ടക്വാൻ ഇപ്പോൾ ഇതെന്ത് തേങ്ങയാണെന്ന് മനസ്സിലാവുന്നില്ല. പുള്ളി വീണ്ടും പറയുന്നുണ്ട് നിന്റെ സ്പോർട്സ്മാൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള നിന്റെ ഈ യാത്രക്കിടയിൽ നീ അവളെ വീണ്ടും കണ്ടുമുട്ടും, അതെനിക്ക് ഉറപ്പാ. സോ മുസാഷി ഇപ്പോൾ ഇങ്ങനെ നിന്ന് ഒട്സുവിനെ പറ്റി ചിന്തിക്കുന്നു. ടക്വാൻ ഇപ്പോൾ പറയുന്നുണ്ട് നിന്നോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ആ ഗ്രാനി ഹോനിതൻ ഉണ്ടല്ലോ, മത്തഹാച്ചിയുടെ അമ്മ, അവരിപ്പോഴും നിന്റെ ഒട്സുവിൻ്റെയും പുറകിലാണ്. അവരിപ്പോഴും എൻ്റെ പുറകെയാണോ എന്ന് മുസാഷി ചോദിക്കുന്നു. അവരുടെ മോൻ എന്തു പറ്റിയെന്ന് അവർക്ക് അറിയണമല്ലോ, അവനെ അത്ര ജീവനായിരുന്നെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ടക്വാൻ ഇങ്ങനെ തലയുടെ പുറകിൽ തപ്പുന്നുണ്ട്. ഇപ്പോൾ തലയുടെ പുറകിൽ മുസാഷി ചിത്രപ്പണി നടത്തിയ പുള്ളിക്ക് മനസ്സിലായി. ഇപ്പോൾ മുസാഷി ആ ഭാഗം ഷേവ് ചെയ്തും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ക്യോട്ടോയിലെ ഹോണിരൻ മത്തഹാച്ചിയുടെ ഒരു വാണ്ടഡ് പോസ്റ്ററൊക്കെ പതിച്ചിരിക്കുന്നത് കാണാം. ഇപ്പോൾ നാട്ടുകാർ കൂടി നിന്ന് പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇവനാണല്ലേ അപ്പോൾ ആ യോഷിയോക്ക സ്കൂള് കത്തിച്ച പമ്പര വെടി. ആ സ്കൂള് കത്തിയത് നന്നായി, ആ നാറികൾക്ക് അങ്ങനെ തന്നെ വേണം എന്നൊക്കെ ഈ നാട്ടുകാർ പല അഭിപ്രായങ്ങൾ പറയുന്നു. ഇപ്പോൾ ഈ നാട്ടുകാരെ തള്ളി മാറ്റി ആ പോസ്റ്ററുള്ള ബോർഡിൻ്റെ അടുത്തേക്ക് ഒസുഗി, അതായത് മത്തഹാച്ചിയുടെ അമ്മ, ആ തള്ളച്ചി വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. സോ അങ്ങനെ മോനെ തപ്പി അവർ ക്യോട്ടോ വരെ എത്തിയിരിക്കുകയാണ്. അവരിപ്പോൾ ആ പോസ്റ്റർ വലിച്ചു കീറുന്നുണ്ട്. മോനെ നീ എന്തായി ചെയ്തേ മത്തഹാച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ കുത്തിയിരുന്നും കരയുകയാണ്. നാട്ടുകാരെല്ലാം ഇപ്പോൾ വട്ടം കൂടി നിന്ന് ഇവരെന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചിന്തിക്കുന്നു. ഇപ്പോൾ പാർഷ്യലി ന്യൂഡായിട്ടിരിക്കുന്ന ഒരു ഒത്സുവിനെയൊക്കെ മുസാഷി സ്വപ്നം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അവനിപ്പോൾ ആകെ വിയർത്ത് കുളിച്ച് ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റിരുന്നിട്ട് പറയുന്നുണ്ട് എനിക്കിത് എന്താ പറ്റിയേ. അവനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചിന്തിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒത്സുവിനെ മാത്രമാണല്ലോ സ്വപ്നത്തിൽ കാണുന്നത്, ചിലപ്പോൾ ഞാനിപ്പോൾ ടക്വാനെ കണ്ടതുകൊണ്ടായിരിക്കാം. അവളിപ്പോൾ നല്ലൊരിടത്താണ് ജോലി ചെയ്യുന്നതെന്നല്ലേ ടക്വാൻ പറഞ്ഞത്. എന്നാലും അവളുടെ ആ മാസ്റ്റർ, അയാൾ എങ്ങനെയുള്ള ആളായിരിക്കും? പുല്ല്, ഞാൻ എന്തൊക്കെ ചിന്തിച്ചു കൂട്ടുന്നേ. എൻ്റെ മനസ്സിലിപ്പോൾ ഷോർട്ട് ഫൈറ്റിങ്ങിനെ പറ്റിയുള്ള ചിന്തകൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ആ വഴി തിരഞ്ഞെടുത്തവനാണ് ഞാൻ. അതിനിടയ്ക്കാണ് ഇങ്ങനെയുള്ള ഓരോ ചിന്തകൾ. ഞാനൊരു മണ്ടൻ തന്നെ. ഇപ്പോൾ ആകെ നാമാവിശേഷമായി കിടക്കുന്ന യോഷിയോക്ക സ്കൂൾ നമ്മളെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് ഉവേഡ റിയോഹയിൽ നിൽപ്പുണ്ട്. അയാളുടെ മനസ്സിലേക്ക് ഇപ്പോൾ ആ സ്കൂൾ കത്തിയ ദിവസത്തെ കുറച്ച് സംഭവങ്ങൾ വരുന്നു. അതായത് കത്തിക്കൊണ്ടിരുന്ന സ്കൂള് ജിയോൺ ടോജിയും യോഷിയോക്ക സൈജുറോയും വന്ന് കാണുന്നുണ്ട്. മിയാമോട്ടോ മുസാഷിയാണോ ഇത് ചെയ്തത് എന്ന് ചോദിച്ച് ജിയോൺ ടോജി അലറുന്നുണ്ട്. സെയ്ജുറോ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ ഉവേഡ റിയോഹൈ അയാളോട് വന്നിട്ട് സോറി പറയുന്നുണ്ട്. ഉവേഡ, നിങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ച് ജിയോൺ ടോജി അലറുന്നുണ്ട്. ഇപ്പോൾ സെയ്ജുറോ ഇങ്ങനെ ആ കത്തിക്കൊണ്ടിരിക്കുന്ന സ്കൂളിനടുത്തേക്ക് നടന്നു പോവാണ് ഇതൊന്നും ശ്രദ്ധിക്കാതെ. സെയ്ജുറോ ഇപ്പോൾ പറയുന്നുണ്ട് ഈ സ്കൂളിൻ്റെ ബിൽഡിംഗ് അങ്ങ് പൊളിച്ച് കളഞ്ഞേക്കാൻ. കാര്യം ഇങ്ങനെ തീ പടർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അടുത്തുള്ള ബിൽഡിങ്ങിനും എല്ലാം നാശമാണ്. അതുകൊണ്ട് വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരിക്കാതെ എല്ലാം അങ്ങ് പൊളിച്ചേക്കാൻ സെയ്ജുറോ പറയുന്നു. ഇപ്പോൾ ശിഷ്യന്മാരും ഇത് കേട്ട് അനുസരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ എരിയുന്നത് കാണുമ്പോൾ യോഷിയോക്ക സ്കൂളിലെ പണ്ട് ഡെൻഷിച്ചിറോയും സെയ്ജുറോയും തമ്മിലുള്ള മെമ്മറീസ് ഒക്കെ സെയ്ജുറോയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഉവേഡ ആണെങ്കിലും അത് കണ്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. സോ ഉവേഡ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തതാണ്. ഇപ്പോൾ പ്രസന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുവഴി പാസ് ചെയ്യുന്ന നാട്ടുകാർ പറയുന്നുണ്ട് യോഷിയോക്ക കെമ്പോ ഉള്ളപ്പോഴായിരുന്നു യോഷിയോക്ക സ്കൂളിന്റെ പ്രതാപകാലം. ഇപ്പോഴുള്ള മാസ്റ്റർ സെയ്ജുറോ ചുമ്മാ കള്ളുകൂടിയും പെണ്ണുപിടിയുമായിട്ട് നടക്കുന്ന ഒരുത്തനല്ലേ. ഇവന്മാർക്ക് ഡിസർവ് ചെയ്തത് തന്നെ ഇവന്മാർക്ക് കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പരദൂഷണം പറഞ്ഞുകൊണ്ട് ഈ നാട്ടുകാർ നടന്നു വരികയാണ്. ഇപ്പോൾ അവിടെ ഭിത്തിയിൽ ഇങ്ങനെ ചാരി നിൽക്കുന്ന ഉവേഡ റിയോഹയെ കണ്ട് ഇവരാകെ പേടിച്ചിങ്ങനെ നിൽക്കുന്നു. എന്താടാ നീയൊക്കെ പറഞ്ഞേ എന്നിപ്പോൾ ഉവേഡ ചോദിക്കുമ്പോഴത്തേക്ക് അവന്മാരിങ്ങനെ പേടിച്ചങ്ങ് പോകുന്നുണ്ട്. ഉവേഡ ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് സെയ്ജുറോയ്ക്ക് ഇത് കണ്ടപ്പോൾ ഭാവവ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചുമ്മാ പുള്ളി സ്തംഭിച്ച് നിന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഓർമ്മകളാണ് ഇവിടെ കത്തി എരിഞ്ഞ് കിടക്കുന്നത്. എന്നിട്ടും അദ്ദേഹത്തിന് എന്താ ഒരു കുലുക്കോ ഇല്ലാത്തത്. ഇപ്പോൾ ഈ സ്കൂള് കത്തിയതിൽ ഇവിടുത്തെ ശിഷ്യന്മാരൊക്കെ ഇങ്ങനെ നിന്ന് കരയുന്നുണ്ട്. ഇപ്പോൾ അവരുടെ അടുത്ത് ഉവേഡ ചെന്നിട്ട് പറയുന്നുണ്ട് കരയരുത്, നമ്മളുടെ ജീവിതത്തിൽ ഇത്തരം കഷ്ടതകൾ ഉണ്ടാകുന്നത് എന്തിനാണെന്ന് അറിയാമോ? അതിനെ അതിജീവിച്ച് നമ്മൾ കൂടുതൽ കരുത്തരാകാൻ വേണ്ടിയാണ്. ഇപ്പോൾ അവിടെ നിൽക്കുന്ന ഡെൻഷിച്ചിറോ പറയുന്നുണ്ട് ഇതെനിക്ക് കിട്ടിയ ഒരു അവസരമാണ്, ഞാനൊരു മാസ്റ്റർ സ്പോർട്സ്മാൻ ആകാനുള്ള യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ അവിടെ നിൽക്കുന്ന ഉവേഡ പറയുന്നുണ്ട് ഡെൻഷിച്ചിറോ നിങ്ങളിപ്പോൾ ഒരു യാത്രയ്ക്ക് പറ്റിയ കണ്ടീഷനിലല്ല. ഡെൻഷിച്ചിറോ ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ യാഗ്യുവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അച്ഛനിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ആ ഒറ്റ ഒരാളിൽ നിന്ന് മാത്രമേ എനിക്കിനി പാഠങ്ങൾ പഠിക്കാൻ പറ്റൂ. യാഗ്യു സെക്കിഷുസായി. യാഗ്യു സെക്കിഷുസായിയെ കാണാനോ എന്നിങ്ങനെ ഉവേഡ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഡെൻഷിച്ചിറോ ഉവേഡയോട് പറയുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്, എനിക്ക് പോയേ പറ്റൂ. അതേപോലെ തന്നെ മുസാഷി ഇനി എപ്പോഴെങ്കിലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അവനെ ഇത് ഏൽപ്പിക്കണമെന്നും പറഞ്ഞൊരു എഴുത്ത് ഉവേഡയുടെ കയ്യിൽ ഡെൻഷിച്ചിറോ കൊടുക്കുന്നുണ്ട്. ഡെൻഷിച്ചിറോ വേഴ്സസ് മുസാഷി അവരുടെ അടുത്ത ഫൈറ്റിന്റെ അടുത്ത മാച്ചിന്റെ ഡേറ്റ് ആണ് ആ എഴുത്തിലുള്ളത്.
ഇപ്പോൾ അച്ഛാ എന്നെ അനുഗ്രഹിക്കൂ എന്നും പറഞ്ഞ് ആ സ്കൂളിനെ നോക്കി തൊഴുതിട്ട് ഡെൻഷിച്ചിറോ യാത്ര ആരംഭിക്കുകയാണ്. ഇപ്പോൾ മുസാഷി താമസിച്ചിരുന്ന ആ സത്രത്തിൽ ചെന്നിട്ട് അവിടെ ഉള്ളവരെ ജിയോൺ ടോജി ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. മുസാഷി കുറച്ചു മുമ്പെയാണ് ഇവിടുന്ന് പോയതെന്ന് ഇതിന്റെ ഓണർ ടോജിയോട് പറയുന്നു. എങ്ങോട്ടേക്കാ പോയതെന്ന് ടോജി ചോദിക്കുമ്പോൾ അയാൾക്ക് അത് വലിയ ഉറപ്പില്ല. എന്നാലും നരയിലേക്ക് പോകുന്നതിനെ പറ്റി എന്തോ പറഞ്ഞിരുന്നു എന്ന് അയാൾ പറയുന്നു. ഇപ്പോൾ ഈ വിവരങ്ങൾ കിട്ടിയിട്ട് ടോജി ഇവിടുന്ന് പോയ ശേഷം ഈ സത്രത്തിന്റെ ഓണറും മറ്റൊരാളും കൂടെ നിന്നിട്ട് ഇവരെ പരദൂഷണം പറയുന്നുണ്ട്. സ്കൂള് ഏതോ ഒരുത്തൻ കത്തിച്ചു എന്നാ കേട്ടത്. യോഷിയോക്ക സ്കൂളിന് ഇത്രയും വലിയൊരു നാണക്കേട് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മരിച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പൊ ഇതെല്ലാം കേട്ടോണ്ട് ടോജി പുറത്ത് നിപ്പുണ്ടായിരുന്നു. ഇപ്പൊ അവൻ അകത്തേക്ക് കയറി വരുന്നുണ്ട്. എന്നിട്ട് അവൻ ഇവരോട് പറയുന്നു, കഷ്ടം തന്നെടാ നിന്റെയൊക്കെ കാര്യം. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അതൊന്നും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമേ അല്ല. എന്നിട്ടും ഞങ്ങൾക്കൊരു തകർച്ച വരുമ്പോൾ നീയൊക്കെ അത് കണ്ട് ആനന്ദിക്കുന്നു. ശക്തരായിട്ടുള്ളവരൊന്ന് അടിപതറി വീഴുന്നത് കാണുന്നത് നിനക്കൊക്കെ ഭയങ്കര സുഖമുള്ളൊരു കാഴ്ചയാണല്ലേ. നിന്റെയൊക്കെ നാണം കെട്ട ഈ തൊലിഞ്ഞ ജീവിതത്തിൽ ഇങ്ങനെയാണോ നീയൊക്കെ ആശ്വാസം കണ്ടെത്തുന്നത്? നിങ്ങളുടെ ജീവന്റെ കടിഞ്ഞാണ് നിങ്ങളുടെ കയ്യിൽ തന്നെയാണെന്ന് നിനക്കൊക്കെ ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ടോജി ഇപ്പോൾ ആ വാളെടുത്ത് ഇവർക്ക് നേരെ വീശുന്നുണ്ട്. ഫാസ്റ്റായിട്ട് വീശി അതെടുത്തിപ്പോൾ തിരിച്ചൊറയിൽ വെച്ചു. ഇപ്പോൾ ആ സത്രത്തിന്റെ ഓണർ അവിടെ അങ്ങ് ഇരുന്ന് പോകുന്നുണ്ട്. നിന്റെതൊക്കെ വെറും നാണം കെട്ട ജീവിതങ്ങളാടാ, നിന്നെയൊക്കെ വെട്ടുന്നത് എന്റെ കറ്റാനയ്ക്ക് നാണക്കേടാ എന്ന് പറഞ്ഞിട്ട് ടോജി ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇപ്പൊ ടോജിയുടെ ആ ഒറ്റ സ്ലാഷിൽ ഇയാളുടെ തലയിൽ ഇയാൾ കെട്ടിവെച്ചിരുന്ന മുടി പറഞ്ഞു താഴെ പോയിട്ടുണ്ട്. ഇത് നോട്ടീസ് ചെയ്ത് അങ്ങേരിപ്പോൾ അലറി വിളിക്കുന്നുണ്ട്. അതായത് മുടിനാരിയുടെ വ്യത്യാസത്തിന് തല പോവാതെ രക്ഷപ്പെട്ടു. ടോജി ഇപ്പോൾ സ്വയം പറയുന്നുണ്ട്, ജിയോൺ ടോജി എന്ന ഞാൻ ഈ നിമിഷം മുതൽ യോഷിയോക്ക സ്കൂളിന് വേണ്ടി പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു കൊലയാളിയാണ്. മിയാമോട്ടോ മുസാഷി എന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോകാമെന്ന് നീ ഒരിക്കലും ചിന്തിക്കണ്ട. ജിയോൺ ടോജി ഇപ്പോൾ നരയിലേക്ക് യാത്രയാവാൻ തീരുമാനിക്കുന്നുണ്ട്. അതായത് ആ പോകുന്ന വഴിക്ക് ഉള്ള സ്കൂളുകളിലെല്ലാം കയറാം, എവിടെയെങ്കിലും വെച്ച് മുസാഷിയെ കിട്ടും. കൂട്ടത്തിൽ എൻ്റെ സ്പോർട്സ്മാൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാം എന്ന് പറഞ്ഞ് ജിയോൺ ടോജിയും നരയിലേക്ക് യാത്രയാവുകയാണ്. ടക്വാനും മുസാഷി ഇപ്പം ഇങ്ങനെ നടക്കുന്നു. തൊട്ടു പുറകിലായിട്ട് ജോട്ടാരോയും ഉണ്ട്. മുസാഷി ഇപ്പോൾ പറയുന്നുണ്ട്, എന്നെ ഫോളോ ചെയ്യരുത്. ജോട്ടാരോ ഇപ്പോൾ പറയുന്നു, ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നല്ല, നിങ്ങൾ എൻ്റെ മുന്നിൽ കയറി നടക്കുക. ഓ അങ്ങനായിരുന്നോ, എന്നാ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ മുസാഷിയും ടക്വാനും ഓടടാ ഓട്ടം വെച്ച് കൊടുക്കുന്നുണ്ട്. ജോട്ടാരോ ആണെങ്കിൽ ഇപ്പോ അയ്യോ എന്നെയും കൂടെ കൊണ്ടുപോകും, നിക്ക് മാസ്റ്റർ ഓടിപ്പോവല്ലേ എന്നും പറഞ്ഞ് ഇവരുടെ പുറകെ ഓടുന്നു. അവനെന്നിട്ട് ഇപ്പോൾ അവരെങ്ങോട്ടാണ് പോയതെന്ന് നോക്കി നിൽക്കുകയാണ്. മാസ്റ്റർ പ്ലീസ് എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അവനിപ്പോൾ മുന്നോട്ട് ഓടുന്നു. ഇപ്പോൾ ദൂരെ മാറി ഒരിടത്ത് നിന്നപ്പോൾ ടക്വാൻ മുസാഷിയോട് ചോദിക്കുന്നുണ്ട്, അവനെ ഉപേക്ഷിക്കാൻ തന്നെയാണോ നിന്റെ തീരുമാനം? മുസാഷി ഇപ്പോൾ പറയുന്നുണ്ട്, അതാണ് നല്ലത്. ഇപ്പോൾ തന്നെ എനിക്ക് വേണ്ടതിലധികം പ്രശ്നങ്ങളുണ്ട്. അവൻ കൂടി വന്നു കഴിഞ്ഞാൽ അത് അവനും കൂടി പ്രശ്നമേ ഉണ്ടാക്കൂ. ടക്വാൻ ഇപ്പോൾ പറയുന്നുണ്ട്, പക്ഷേ നിനക്കൊരു കാര്യം അറിയൂ, ഒരു കൊച്ചുകുട്ടിയുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്ന് പറയുന്നതും ഒരു തരത്തിലൊരു ട്രെയിനിങ് തന്നെയാണ്. ഇപ്പോഴും അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നീ പാകമായിട്ടില്ല എന്ന് തോന്നുന്നു. നീ എന്തായാലും ഇപ്പോൾ അവനെ കൂടെ കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നീ അന്ന് പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നതെന്ന് ടക്വാൻ പറയുന്നുണ്ട്. അതായത് ടക്വാൻ ടക്കേസോയ്ക്ക് മുസാഷി എന്ന് പേരിട്ട് അവനെ അവിടുന്ന് രക്ഷപ്പെടുത്തിയ ആ ദിവസം. അന്ന് ഇവരുടെ കൂടെ ഒത്സു ഉണ്ടായിരുന്നല്ലോ, അവൾ അന്നേ പറഞ്ഞതാണ് ഇനി മുസാഷിയോടൊപ്പം യാത്ര ചെയ്യാനാണ് അവൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന്. ഇനി മത്തഹാച്ചിയുടെ അമ്മയോടൊപ്പം താമസിക്കാൻ പറ്റില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. അതേപോലെ തന്നെ അവൾക്ക് മിയാമോട്ടോ വില്ലേജിലും ഇനി നിൽക്കാൻ പറ്റില്ല. സോ ഇപ്പോൾ മുസാഷിയാണ് അന്ന് പറഞ്ഞത്, നീ എൻ്റെ ഒപ്പം വരണ്ട, അതെൻ്റെ ട്രെയിനിങ്ങിനൊരു തടസ്സമാവുമെന്ന്. എനിക്കിപ്പോൾ തന്നെ ആവശ്യത്തിലധികം പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു പെണ്ണിനെയും കൂടി എൻ്റെ ട്രെയിനിങ്ങിന് കൂടെ കൂട്ടിയാൽ അതൊരിക്കലും ശരിയാവില്ല. ഇങ്ങനെയൊക്കെയാണ് നീ അന്ന് പറഞ്ഞത് മുസാഷി എന്നിപ്പോൾ ടക്വാൻ പറയുന്നുണ്ട്. നീ ഒരു പരുക്കനായിട്ടുള്ള ആളാണെന്ന് കാണിക്കാനാണോ ഈ പെടാപ്പാടൊക്കെ പെടുന്നതെന്ന് ടക്വാൻ ചോദിക്കുന്നു. മുസാഷി ഇപ്പോൾ ഇങ്ങനെ ഒത്സുവിൻ്റെയൊക്കെ ഒരു കാര്യം ആലോചിച്ചിട്ട് ടക്വാനോട് പറയുന്നുണ്ട്, ടക്വാൻ എനിക്കൊരു കാര്യത്തിൽ നിങ്ങളുടെ ഉപദേശം വേണം. ഇനി സീൻ നേരെ ഷിഫ്റ്റ് ആയിട്ട് മുസാഷി താമസിച്ചിരുന്ന ആ സത്രം നമ്മളെ കാണിക്കുകയാണ്. ഇപ്പോൾ മത്തഹാച്ചി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. മുസാഷിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാനാണ്. ഇപ്പോൾ ആ സത്രത്തിന്റെ ഓണർ മത്തഹാച്ചിയെ കണ്ടിങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് കൈ കാണിക്കുന്നുണ്ട്. ഞാനിവിടെ കൊണ്ടാക്കിയ ആ മുറിവേറ്റ ആളെവിടെയെന്ന് മത്തഹാച്ചി ചോദിക്കുമ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, അയ്യോ അയാൾ പോയല്ലോ, നറയിലേക്കാണ് പോയതെന്ന് തോന്നുന്നു. എന്തായാലും ആളൊരു കില്ലാടിയാ, അത്രയും മുറിവ് വെച്ചിട്ട് രക്ഷപ്പെട്ടു പോന്നില്ലേ, നിസാരക്കാരനല്ല, ഉറപ്പായിട്ട് ഒരു ദിവസം പ്രശസ്തനാവും. ഇപ്പൊ ഇയാൾ ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് മതഹാജി ചിന്തിക്കുന്നുണ്ട്, അവൻ നറയിലേക്ക് പോയോ? ഞങ്ങൾ കുട്ടിക്കാലം തൊട്ട് ഒരുമിച്ച് കളിച്ചു വളർന്നവരാ, അവൻ ചെയ്യുന്നതൊക്കെ എനിക്കും ചെയ്യാൻ പറ്റും. അവൻ പ്രശസ്തി നേടുമെങ്കിൽ എനിക്കും അത് നേടാൻ പറ്റും. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് അവിടുത്തെ അധികാരികൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ കടക്കാരൻ ഇത് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും മത്തഹാച്ചി അവിടുന്ന് പേടിച്ച് വലിയുന്നുണ്ട്. അവരിപ്പോൾ മത്തഹാച്ചിയുടെ വാണ്ടഡ് പോസ്റ്ററും കൊണ്ട് വന്നതാണ്. അത് ഈ സത്രത്തിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുന്നവർ കാണുമല്ലോ. ഇപ്പൊ ഈ സത്രത്തിന്റെ ഓണർ ആണെങ്കിലും ആ വാണ്ടഡ് പോസ്റ്റർ ഇങ്ങനെ മേടിച്ചിട്ട് പറയുന്നുണ്ട്, ഹോ യോഷിയോക്ക സ്കൂള് കത്തിക്കുക എന്നൊക്കെ പറഞ്ഞ വല്ലാത്തൊരു മണ്ടൻ തന്നെ, യോഷിയോക്കയുടെ എന്തെങ്കിലും പക കാണും, അല്ലാതെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളിപ്പോൾ ആ പോസ്റ്റർ ശരിക്കും നോക്കുന്നുണ്ട്. ഹോനിതൻ മത്തഹാജി ഇതവനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അയാളിപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നോക്കുന്നുണ്ട്. പക്ഷെ മത്തഹാജി അവിടെ നിന്ന് സ്ഥലം വിട്ടു.
അവനിപ്പോൾ ഓടി ഒക്കോയുടെ അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഒക്കോ പറയുന്നുണ്ട്, നിങ്ങളെ ഇവിടെ ഒളിപ്പിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഒരു ക്രിമിനലിനെ ഒളിപ്പിച്ചാൽ ഞങ്ങൾക്കും പണി കിട്ടും. നിങ്ങൾ ഇവിടെ വിട്ട് പോവാന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തോ എന്നൊക്കെ അവൾ ചോദിക്കുന്നു. മതഹാജി ഇപ്പോൾ ഒക്കോയോട് പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടക്കേസോയെ ഓർമ്മയില്ലേ? ഇപ്പോൾ ഈ നാട്ടിലെ ചർച്ചാ വിഷയമായ യോഷിയോക്ക സ്കൂളിനെ ചലഞ്ച് ചെയ്ത ആ സാമുറായി മിയാമോട്ടോ മുസാഷി, അത് ടക്കേസോയാണ്. ഇപ്പോൾ അവിടെ പുറത്തിരിക്കുന്ന അക്കേമി ഇത് കേൾക്കുന്നുണ്ട്. ഒക്കോ ആണെങ്കിൽ ഇപ്പോൾ മതഹാച്ചിയോട് ചോദിക്കുന്നു, നീ എന്താ ഈ പറയുന്നേ? അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? അക്കേമി ആണെങ്കിലും ഇപ്പോൾ അങ്ങോട്ടേക്ക് നിറ കണ്ണുകളോടെ വന്നിട്ട് ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞത് സത്യമാണോ? അവക്ക് ടക്കേസോയുടെ ഒരു താല്പര്യം ഉണ്ടല്ലോ. ഇനിയും ടക്വാനും മുസാഷിയും തമ്മിലുള്ള സംഭാഷണത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ടക്വാൻ്റെ അടുത്ത് മുസാഷി അത് തുറന്നു പറഞ്ഞു, അതായത് അവൻ എപ്പോഴും ഒട്സുവിനെ സ്വപ്നം കാണുകയാണെന്ന്. ഫുൾ ടൈം ഞാനിപ്പോൾ ഒട്സുവിനെ പറ്റിയാണ് ചിന്തിക്കുന്നതെന്ന് മുസാഷി പറയുന്നത് കേട്ട് ടക്വാൻ ഒന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, മുസാഷി, നമ്മൾ തമ്മിൽ ആദ്യം കാണുമ്പോൾ നീ ഏതാണ്ടൊരു മൃഗത്തെ പോലെയായിരുന്നു. ഇപ്പോൾ പതിയെ നീ മനുഷ്യനിലേക്ക് പരിണമിക്കുന്നുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങളായതൊക്കെ. മുസാഷി ഇപ്പോൾ പറയുന്നുണ്ട്, മനുഷ്യനൊന്നുമല്ല, മനുഷ്യർക്ക് തന്നെ ഞാനൊരു അപമാനമാണ്. ഞാൻ അവളെ പറ്റി എപ്പോഴും ചിന്തിക്കുന്നു എന്ന് മാത്രമല്ല, ഞാനിപ്പോൾ അവളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സന്യാസിമാരുടെ മനസ്സൊന്നും ഇങ്ങനെ വ്യതിചലിക്കാറില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്? ഇപ്പോൾ ടക്വാനോട് ഇങ്ങനെ ഒരു ആവേശത്തിൽ കയറി ചോദിച്ചിട്ട് പെട്ടെന്ന് മുസാഷി ചിന്തിക്കുന്നുണ്ട്, ഞാൻ എന്തൊരു മണ്ടനാ, എന്തിനാ ഞാൻ ഇങ്ങേരോട് ഇതൊക്കെ ചോദിക്കുന്നത്? ടക്വാൻ ഇപ്പോൾ മുസാഷിയോട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഉള്ള ഈ സ്റ്റേറ്റിൽ എനിക്ക് വരെ വേണേ ഈസി ആയിട്ട് നിന്നെ വെട്ടി താഴെ ഇടാം. എന്താ നിങ്ങൾ ഈ പറയുന്നേ? ടക്വാൻ ഇപ്പോൾ കാട്ടിലേക്ക് കയറി പോയിട്ട് 2 കമ്പ് ഒടിച്ചോണ്ട് വരുന്നു. എന്നിട്ട് ഒരെണ്ണം മുസാഷിക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ശേഷിക്കുന്ന ആ വടി ഒരു സോഡ് പോലെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ടക്വാൻ പറയുന്നുണ്ട്, എന്നെ പോലെ ഒരാൾക്ക് നിന്നെ ഇപ്പോൾ വെട്ടി വീഴ്ത്താൻ കഴിയുമെങ്കിൽ ഇനി ഒരു തവണ കൂടി ഒത്സുവിനെ കാണാൻ നിനക്ക് ആയുസ്സുണ്ടായി എന്ന് വരില്ല. സോ ഗൈസ്, അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്ത് നല്ലൊരു സപ്പോർട്ട് തരിക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഇപ്പം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.